അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റ് പാർട്ടികളിലെ സെനറ്റർമാർ ചേർന്ന ഒരു പുതിയ നിയമനിർദ്ദേശം അവതരിപ്പിച്ചു. ഈ നിയമപ്രകാരം റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് തുടരുന്ന രാജ്യങ്ങൾക്ക് അമേരിക്ക 100% വരെ അധിക ഇറക്കുമതി നികുതി ചുമത്തും. ഈ നിയമം പ്രധാനമായും റഷ്യൻ എണ്ണ കൂടുതലായി വാങ്ങുന്ന ഇന്ത്യ, ചൈന, സ്ലോവാക്യ, ഹംഗറി, അസർബൈജാൻ എന്നീ 5 രാജ്യങ്ങളെയാണ് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ലക്ഷ്യം റഷ്യക്ക് എണ്ണ വിൽപ്പനയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കുറച്ച് യുക്രൈനെതിരായ യുദ്ധത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായം തടയുക എന്നതാണ്. അമേരിക്കയുടെ ഈ വലിയ നീക്കം നയതന്ത്ര പ്രതിഷേധമാണ് ഉയർത്തുന്നത്. ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുന്ന ഒരു നീക്കമാണിത്. റഷ്യയിൽ നിന്ന് ഇപ്പോഴും എണ്ണയും പ്രകൃതിവാതകവും വാങ്ങുന്ന ചില യൂറോപ്യൻ രാജ്യങ്ങളെ അമേരിക്ക ഈ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ടും ഇന്ത്യയെ മാത്രം ലക്ഷ്യമിടുന്നത് ഇരട്ടത്താപ്പാണെന്നാണ് ആരോപണം. റഷ്യയുടെ യുദ്ധവരുമാനം കുറയ്ക്കുകയാണ് ബില്ലിന്റെ ലക്ഷ്യം. ഈ ഉപരോധ ബില്ല് ഒരു വർഷത്തിലേറെ അമേരിക്കൻ കോൺഗ്രസിൽ പാസ്സാകാതെ കിടന്നിരുന്ന പഴയ നിർദ്ദേശത്തിന്റെ പുതുക്കിയ രൂപമാണ്. പഴയ നിർദ്ദേശത്തിൽ റഷ്യയിൽ നിന്ന് എണ്ണയും മറ്റു ഊർജ്ജ വസ്തുക്കളും വാങ്ങുന്ന രാജ്യങ്ങൾക്ക് 500% വരെ താരിഫ് ചുമത്തണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ പുതിയ ബില്ലിൽ പരമാവധി താരിഫ് 100% കുറച്ചു. കൂടാതെ റഷ്യ ക്രൂഡ് ഓയിൽ കൂടുതലായി വാങ്ങുന്ന പ്രധാന രാജ്യങ്ങളെയാണ് ഇപ്പോൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഈ നിയമനിർദ്ദേശം ആദ്യം റിപ്പബ്ലിക്കൻ സെനറ്ററായ ലിൻസി ഗ്രഹാം മുന്നോട്ട് വെച്ചതാണ്. പിന്നീട് ഇതിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും പിന്തുണ ലഭിച്ചു. ഈ ബില്ല് നിയമമായാൽ ഒരു വിദേശ രാജ്യത്തിന്റെ യുദ്ധകാല സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്കെതിരെ അമേരിക്കൻ കോൺഗ്രസ് നേരിട്ട് വ്യാപകമായ താരിഫ് ചുമത്താൻ അനുമതി നൽകും. ലോക ചരിത്രത്തിൽ തന്നെ ആദ്യ സംഭവമായി മാറുമത്. ബില്ലിനെ പിന്തുണയ്ക്കുന്ന ഡെമോക്രാറ്റിക് സെനറ്റർ റിച്ചാർഡ് ബ്ലൂമെൻതാൽ വിഷയത്തിൽ വിശദീകരണം നൽകുന്നത് ഇങ്ങനെയാണ്. ഈ താരിഫുകൾ പ്രത്യേകമായി റഷ്യൻ എണ്ണ വാങ്ങുന്ന 5 പ്രധാന രാജ്യങ്ങൾക്കാണ് ബാധകമാവുക. പരമാവധി 100% വരെ താരിഫ് ചുമത്താം. നമ്മുടെ യൂറോപ്യൻ സഖ്യരാജ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നില്ല. ബ്ലൂമെൻതാൽ പറയുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇളവ് നൽകിയതിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. ഈ ബില്ലിലെ ഏറ്റവും കൂടുതൽ വിവാദമായ ഭാഗവും ചില അമേരിക്കൻ സഖ്യരാജ്യങ്ങൾക്ക് നൽകിയ ഇളവാണ്. പുതിയ നിർദ്ദേശപ്രകാരം റഷ്യയുടെ മൊത്തം പ്രകൃതിവാതക കയറ്റുമതിയുടെ 15% താഴെ മാത്രം ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾ, കൂടാതെ റഷ്യയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ നടപടികൾ സ്വീകരിക്കുന്ന രാജ്യങ്ങൾ ഇവയെ ശിക്ഷാ നടപടികളിൽ നിന്നും ഒഴിവാക്കും. ഇതാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ അമേരിക്ക ഇരട്ടത്താപ്പാണ് കാണിക്കുകയാണ് എന്നാരോപിക്കാൻ പ്രധാന കാരണം. ഏകദേശം 15 യൂറോപ്യൻ രാജ്യങ്ങളെയും കൂടാതെ ജപ്പാൻ പോലുള്ള അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളെയും ഈ അധിക താരിഫിൽ നിന്ന് ഒഴിവാക്കും. ഈ ഇളവിനെതിരെ ഇന്ത്യ ശക്തമായ വിമർശനം ഉയർത്തിയിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് ഇപ്പോഴും ഊർജ്ജം വാങ്ങുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു സമീപനവും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുടെ മറ്റൊരു സമീപനവുമാണ് അമേരിക്ക സ്വീകരിക്കുന്നതെന്ന് ഇന്ത്യ ആരോപിച്ചു. ഇത് ഇരട്ടത്താപ്പ് ആണെന്നാണ് ഇന്ത്യയുടെ നിലപാട്.